ഹായ് ഫ്രണ്ട്സ്, നമ്മൾ രാവിലെ തന്നെ പെട്ടെന്ന് എണീറ്റ് തീരുമാനിച്ചു അമ്പലത്തിൽ പോകണമായിരുന്നു. അങ്ങനെ നമ്മൾ പെട്ടെന്ന് അമ്പലത്തിൽ പോകാൻ നോക്കി. അപ്പോൾ മൂത്ത മോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് എക്സാം ആയതുകൊണ്ട് അവളെ ബസ് സ്റ്റാൻഡിൽ ഇറക്കി വിട്ട് ഞാനും ചെറിയ മോളും ഏട്ടനും കൂടി പോകുന്നുണ്ട്. കിച്ചു വന്നിട്ടില്ല, അവൾക്ക് തലവേദന ആയതുകൊണ്ട് അവൾ രാവിലെ എണീക്കുമ്പോൾ ബുദ്ധിമുട്ടായതുകൊണ്ട് അവൾ വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോയി ചെരുപ്പെല്ലാം അയച്ചു വെച്ച്. നമ്മളിവിടെ താഴെ വിഷ്ണുവിൻ്റെ അമ്പലമാണ്, പക്ഷേ എല്ലാ ദൈവങ്ങളുണ്ട്. നമുക്കിതൊരു സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞാൽ കുറേ കാണാനുണ്ട്. ചെറിയ മോള് വീഡിയോ പിടിച്ചതുകൊണ്ട് ഈ ഫോൺ ഇങ്ങനെ നിലത്ത് മാത്രമേ കാണുന്നുള്ളൂ. അങ്ങനെ ആ ഇത് വ്യൂ ഇതെല്ലാം പോയി. ഒരു വട്ടം കൂടി നമുക്ക് കാണിച്ചുതരാം ഞാൻ ഇനിയൊരിക്കൽ പോകുന്നതാണെങ്കിൽ. മോളെന്ന് വെച്ചാൽ ശിവൻ്റെ അമ്പലമാണ്. നമ്മൾ അവിടെ തൊഴുതിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് കയറി വരിക. വലിയ അമ്പലമാണ്. ഇത് രാവിലത്തെ ഒരു വൈബ് ഭയങ്കര സംഭവം. പ്രാർത്ഥന കാര്യങ്ങളും ചുറ്റമ്പലം. നമ്മൾ അകത്ത് കയറി, അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അകത്ത് കയറി പ്രാർത്ഥിച്ച് എന്നിട്ട് പുറത്തിറങ്ങി. പുറത്ത് നല്ല കാഴ്ചയാണെന്ന് വെച്ചാൽ വലിയൊരു പുഴേൻ്റെ സൈഡിലുള്ള ഒരു അമ്പലമാണ്. പിന്നെ കർക്കിടകം വാവിൻ്റെ അന്നൊക്കെ ബലിതർപ്പണമൊക്കെ ചെയ്യാൻ ഒരുപാട് തിരക്കുണ്ടാവും. അപ്പം നമ്മൾ വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ്, പിള്ളേരെല്ലാം കൂട്ടിയിട്ട് വരുമ്പോൾ. അങ്ങനെ ചെറുത്തിന് വലിയ ഇഷ്ടം അമ്പലത്തിലേക്ക് വരാം. ഒരു വട്ടം വിളിക്കുകയേ ഉള്ളൂ, മോളെ വരുന്നുണ്ട് അമ്പലത്തിൽ, ഓക്കെ ചാടി ഓടി എണിക്കും. അതുകൊണ്ട് നല്ല എന്താണ്, അയ്യപ്പസ്വാമിൻ്റെ ടെമ്പിൾ വേറെ ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ മകരമാസത്തിൽ സ്വാമിമാർക്ക് വന്ന് കെട്ടുനിറയ്ക്കാനുള്ള ഒരു സൗകര്യത്തോടെയൊക്കെ കുഞ്ഞൊരമ്പലത്തിൽ ഇവിടെയുണ്ട്. ശിവൻ്റെ അമ്പലത്തിലും ഉണ്ട്, അയ്യപ്പൻ്റെ അമ്പലം താഴെ നമ്മൾ കയറി വന്ന വിഷ്ണു ക്ഷേത്രത്തിലും ഉണ്ട് ഇതുപോലത്തെ ഒരു കുഞ്ഞ് മണ്ഡപം അയ്യപ്പസ്വാമിക്ക് ഉള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ പുറമേത്തെ കാഴ്ചകൾ കാണുന്നുണ്ട്. മഞ്ഞ് മൂടിയിരിക്കുന്നത് കണ്ടോ, നല്ല വൈബാണ്. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചു. മോളോടുത്ത് ക്യാമറ പിടിക്കാൻ കൊടുത്ത് അവൾ താഴെ പിടിക്കുന്നുകൊണ്ടാണ് കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ എടുക്കാമെന്ന് വിചാരിച്ച്. അടുത്ത് ഭഗവതി ക്ഷേത്രമാണ്. ഇവിടെ ഭഗവതി ക്ഷേത്രമല്ല, ഇവിടെ തന്നെ സ്ഥാനം കണ്ടിരിക്കുന്നത് ഭഗവതിനെ കുറച്ച് ദൂരെയുണ്ട്. ഉള്ളിലുണ്ട് ദുർഗാദേവിൻ്റെ സ്ഥാനമുണ്ട്, പക്ഷെ പുറമെ ഒരു ഭഗവതിയുടെ സ്ഥാനം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെയും നമ്മൾ തൊഴും. വിളക്കെല്ലാം കത്തിച്ചിട്ട് അവിടെയുണ്ട്. ഒരു പുഴേൻ്റെ അരികിലായതുകൊണ്ട് മോർണിംഗ് വരുമ്പോൾ ഭയങ്കര ഒരു ഭംഗിയാണ്. സൂര്യൻ വരുന്നേ ഉള്ളൂ ഉദിച്ച് കാണാൻ നല്ല രസമുണ്ട്. ഇങ്ങനെ ശാന്തമായിട്ടുള്ള സ്ഥലത്ത് വരുമ്പോഴേ മനസ്സൊക്കെ ഒരു നല്ലൊരു കൂളായിരിക്കും. മോൾക്ക് ഒരേ വാശിയാണ്, കുളത്തിലിറങ്ങണം, കാല് കഴുകണം. അപ്പോൾ അവിടെ പേടിയായതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞു വേണ്ട, പേടിയാണ്. അവൾ പറഞ്ഞു ബാമ ഒരു വട്ടെങ്കിലും പോകാം. അങ്ങനെ കുളത്തിലിറങ്ങണമെന്ന് വിചാരിക്കുന്നു, നോക്കട്ടെ. അച്ഛനോട് ചോദിച്ചിട്ട് അവളപ്പത്തേക്ക് ഒരു കുട്ടീനെ ഉണ്ട്, അതിനോട് ലോഗ്യം പറഞ്ഞിട്ട് മെല്ലെ മെല്ലെ ഇറങ്ങുക. നമ്മൾ അമ്പലത്തിൽ ഇറങ്ങുമ്പം നമ്മൾ നേരെ ഇങ്ങനെ ഇറങ്ങുകയെന്ന് വെച്ചിട്ട് അങ്ങനെ ഇറങ്ങിപ്പോയി. നേരെ കുളത്തിലേക്കാണ് അവൾ വരുന്നത്. വെള്ളം കണ്ടു കഴിഞ്ഞാൽ അവിടെ നിൽക്കും. അതിൽ നിറച്ച് മീനും കാര്യങ്ങളൊക്കെ ഉള്ളതുണ്ട്. അവിടെ അപ്പുറത്ത് ബലി അർപ്പിക്കുക ആരുമാണ്. അപ്പം നമുക്ക് അങ്ങോട്ട് ക്യാമറ കൊണ്ടുപോകണ്ട. അപ്പോൾ നിറച്ചു മീനുണ്ട്. വലിയ പുഴയാണ്. സീന് കണ്ടോ. ഇത് ഫോണിലെടുക്കുന്നതുകൊണ്ട് ശരിക്കും ക്യാമറയിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ അടിപൊളി സ്ഥലമാണ്. മുന്നറിയിപ്പ് ബോർഡിൽ വെച്ചിട്ടുണ്ട്, അതി ആഴത്തിലേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. ഞാൻ മോളെ കൈ പിടിച്ചിട്ടുണ്ട്. അവൾ മീനിങ്ങനെ നോക്കിയിരിക്കുക. നല്ല തണുത്ത വെള്ളം, നമുക്ക് കാലിങ്ങനെ വെക്കുമ്പോൾ നല്ല സുഖമുണ്ട്. അവിടെ കുറേ നേരം ഇരിക്കാൻ തോന്നും. പക്ഷെ ഞായറാഴ്ച ആയതുകൊണ്ട് വീട്ടിലും ഒത്തിരി പണിയെല്ലാം ഉണ്ടാവൂലേ. അപ്പം അതോടെ നമ്മളൊരു സൺഡേ ഒരു കറക്കം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് മടങ്ങുക. ഒരുപാട് നിർബന്ധിച്ച ശേഷമാണ് അവൾ കയറി വരുന്നേ ഇല്ല, അവിടെ തന്നെ നിൽക്കുക. വാവാന്ന് വിളിച്ചിട്ട് വരുന്നില്ല. അങ്ങനെ നമ്മൾ കയറി വന്നു. അങ്ങനെ ഫ്രണ്ട്സ്, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.
ടാറ്റാ.